അല്ല, ഇതാരാണ്ടോ പറഞ്ഞ പോലെയാണല്ലോ അമ്മയിൽ നടക്കുന്ന ഡിസ്കഷൻ. പെണ്ണായതുകൊണ്ട് ഇതിലേയും പോകാൻ പറ്റത്തില്ല. അവർക്ക് കള്ളു കുടിക്കാൻ മേല, കള്ളു കുടിച്ചാൽ അത് വലിയ സീനാക്കും, വലിയ ഏതാണ്ട കാര്യങ്ങൾ ചെയ്ത പോലെ. ഇതെവിടെയാണ് ജീവിക്കുന്നത്? എല്ലാ രാജ്യങ്ങളും ഇതിനെപ്പറ്റിയൊന്നും ആരും ബോധേടല്ല. പെണ്ണുങ്ങൾക്കും ആണുങ്ങൾക്കും തമ്മിൽ നമ്മൾ ഇക്വാലിറ്റി ഒക്കെ പറയും, പക്ഷേ ചില കാര്യം പറയുമ്പോഴത്തേനും അങ്ങ് തേച്ചൊട്ടിക്കുക. അവർ കള്ളു കുടിക്കുന്നു, അവരും അവർക്ക് ഇഷ്ടമുള്ള പോലെ പോകുന്നു, ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ പോകുന്നു. ഇപ്പോൾ ഒരു സ്ഥലങ്ങളിൽ ദുബായി പോയെന്നോ വിദേശത്ത് പോയെന്നോ ഓർത്ത് ഉടനെ അതിനെ നമ്മൾ വേറെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതെല്ലാവരും ചെയ്യാറുള്ള കാര്യമാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാറുണ്ട്, എല്ലാവരും എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. അതൊക്കെ അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതല്ലേ. അങ്ങനെ പലപ്പോഴും സ്ത്രീകളായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ റെസ്ട്രിക്ഷൻ വെക്കേണ്ട ആവശ്യമില്ല. നമുക്ക് പറയുന്നതിനൊരു ന്യായീകരണം വേണ്ടേ? അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ മീഡിയയിൽ വന്നിരുന്ന് പറയുമ്പം അത് കേൾക്കാൻ രസമാണെന്ന് ഓർക്കും, പക്ഷേ അത് എല്ലാവർക്കും അത്ര രസമായിട്ട് തോന്നുന്നൊന്നുമില്ല. അതിപ്പോൾ തന്നെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളുടെ പേരുകളൊക്കെ എടുത്തു പറഞ്ഞും അവരങ്ങനെയാണ്, അവർക്ക് വേറെ മിസ്റ്റേക്കുകളൊക്കെ കാണുമായിരിക്കും. അവരങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പം അതിനിപ്പോൾ എന്താ, പെണ്ണായതുകൊണ്ട് അവർക്ക് ഇങ്ങനെ പാടില്ലേ? ഇപ്പോൾ അതിനിപ്പോൾ കുറച്ച് ക്രിറ്റിസിസമൊക്കെ വരും. എന്നാൽ പോലും ന്യായമായിട്ടുള്ള കാര്യം, എല്ലാ കാര്യത്തിലും ഈക്വാലിറ്റി പറഞ്ഞു കഴിയുമ്പം അവർക്കും യാത്ര ചെയ്യാനും ഇഷ്ടമുള്ള ഭക്ഷണം കഴിക്കാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ടല്ലോ. അതിൽ ആണും പെണ്ണും എന്നുള്ളൊരു കാര്യം പറഞ്ഞ് അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് എപ്പോഴും നമ്മൾ പറയുമ്പം അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനൊരു ന്യായീകരണം വേണമല്ലോ നമ്മൾ പറയുന്നതിനും ചെയ്യുന്നതിനും ഒക്കെ. അതാണ് ഇപ്പോൾ പറയുന്നത്. മീഡിയ അമ്മയിലിപ്പം ഭയങ്കര ഡിസ്കഷനാണ്. വേറെ ഒരു സബ്ജക്റ്റും ഇല്ലാഞ്ഞിട്ടാണോ എന്നറിയത്തില്ല, വലിയ വലിയ സംഘടനകളെയൊക്കെ പൊട്ടിച്ചു കൊടുക്കുന്ന പരിപാടിയിലാണിത്. ഇങ്ങനെ ഓരോ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമയം കളയാനാണോ അതോ മീഡിയയെ കൊണ്ടിങ്ങനെ എടുത്ത് തേച്ചൊട്ടിക്കാനും വേണ്ടി എന്തുദ്ദേശമാണെന്ന് നമുക്കറിയില്ല. എന്തായാലും ഒരു സ്ത്രീക്ക് അവളുടെ ജീവിതത്തിൽ അവൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ, അവൾക്ക് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ അവൾ ചെയ്തിരിക്കും. അതിപ്പോൾ പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് സോഷ്യൽ മീഡിയ ഇത്രയ്ക്കും ഇതാകുന്നിടം വരെ പല കാര്യങ്ങളും നമുക്ക് പുറത്തു വന്നിട്ടില്ല, പല കാര്യങ്ങളും അറിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ സ്ത്രീകളെല്ലാവരും അവർ ഇൻഡിപെൻഡൻ്റ് ആണ്. അവർക്ക് ജോലിയുണ്ട്, അവർക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്. പിന്നെ അവരെല്ലാ കാര്യത്തിലും അവരുടെ കഴിവുകൾ തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് സ്ത്രീകൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും സപ്പോർട്ട് ചെയ്യുന്നതല്ല. അവർ ചിലപ്പം കള്ളു കുടിക്കുന്നത് കാണും, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കാണും, അല്ലെങ്കിൽ എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെ ഒരു പെക്ക് അടിക്കുന്നതായിരിക്കും. വേറെ രാജ്യങ്ങളിലൊക്കെ ഇപ്പോൾ അത് സാധാരണയായി മാറി. അതിപ്പോൾ നമ്മളെപ്പോലുള്ള സ്ഥലത്തിരുന്ന് നമുക്കത് ഇങ്ങനെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നതും പറയുന്നതും വലിയ കാര്യമായത് നമുക്ക് തോന്നും. പക്ഷേ പലപ്പോഴും നമ്മളിങ്ങനെ കാര്യങ്ങൾ എക്സാജറേറ്റ് ചെയ്യുമ്പോഴാണ് ഇത് പിന്നെ അത് വഷളായി പോകുന്നത്. അങ്ങനെ ഉള്ള കാര്യങ്ങളെ പറ്റിയാണ് നമുക്ക് ശ്രദ്ധിക്കാനുള്ളത്. അതുകൊണ്ടതിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ശരി ഗൈസ്, താങ്ക് യു.